നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായി 6 ട്രേഡിംഗ് സെക്ഷനിലുണ്ടായ നേട്ടത്തിനു ശേഷം ഇന്ന് US ഫെഡ് ചെയർമാനായ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന പ്രസംഗത്തിന്റെ മുന്നോടിയായിട്ടും മാത്രമല്ല ഇന്ത്യക്ക് മേലുള്ള പെനൽറ്റി താരിഫിന്റെ ഡെഡ് ലൈൻ അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിക്ഷേപകരിലുണ്ടായ ആശങ്ക തുടങ്ങി പ്രധാനമായും 7 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടാണ് ഓപ്പൺ ആയത്. നിഫ്റ്റിയിലൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഡേ ഹൈയും. ഓപ്പണിംഗിൽ തന്നെ മാർക്കറ്റ് പതുക്കെ ഫോൾ ആകുന്ന കാഴ്ചയും ദൃശ്യമായി. പലപ്പോഴും മാർക്കറ്റ് റിക്കവറി നടത്തുവാൻ ശ്രമിച്ചെങ്കിലും ഇന്നത്തെ ദിനത്തില് അതിന് സാധ്യമായില്ല. ഇന്ന് മാർക്കറ്റിലുണ്ടായ ഇടിവിന്റെ ഫലമായി നിഫ്റ്റിക്ക് 213 പോയിന്റുകൾ നഷ്ടമായപ്പോൾ സെൻസെക്സിന് 693 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ബാങ്ക് നിഫ്റ്റിക്ക് 606 പോയിന്റുകൾ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ 256 പോയിന്റുകളുടെ നഷ്ടം ഇന്ന് സംഭവിച്ചു. M&M, ഭാരത് ഇലക്ട്രോണിക്സ്, മാരുതി സുസുക്കി, ഭാരതി എയർടെൽ, ടൈറ്റാൻ കമ്പനി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഏഷ്യൻ പെയിന്റ്സ്, ഗ്യാസിം ഇൻഡസ്ട്രീസ്, അദാനി എന്റർപ്രൈസസ്, ഹീറോ മോട്ടോകോർപ്പ്, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നതായിട്ടും ദൃശ്യമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ സെക്ടർ 0.7% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം ഫാർമയിൽ 0.5% നേട്ടം ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചു. തത്സമയം മെറ്റൽ, IT, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ 0.5% മുതൽ 1%-ഓളം ഇടിവും ദൃശ്യമായി. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകൾ ഇന്നലത്തെ പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇന്നും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 26 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.52 എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇന്ത്യൻ രൂപ നേടിയ നേട്ടമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രൂപ അതിന്റെ 6 മാസത്തെ ഏറ്റവും ലോയിലേക്ക് പതിക്കുകയുണ്ടായി. അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ടുള്ള സമാധാന നടപടികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്നലെ റഷ്യയുടെ ഭാഗത്ത് നിന്നും ഉക്രൈനെതിരെയുള്ള ആക്രമണം വീണ്ടും വർദ്ധിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളിൽ 10%-ഓളം റാലി ദൃശ്യമായി. മാത്രമല്ല ഇതിനെ തുടർന്ന് ഇന്ന് ക്രൂഡ് ഓയിൽ സെൻസിറ്റീവ് സ്റ്റോക്സ് ആയ ഏഷ്യൻ പെയിന്റ്സ്, BPCL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 2%-ഓളം നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. അതുകൂടാതെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും GST റിഫോംസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് 18-ാം തീയതി തിങ്കളാഴ്ച മുതൽ 20-ാം തീയതി ബുധനാഴ്ച വരെ തുടർച്ചയായ 3 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് FMCG സെക്ടറിൽ 4%-ന്റെ റാലി ആയിരുന്നു ദൃശ്യമായതെങ്കിൽ ഇന്നലെയും ഇന്നുമായി FMCG സെക്ടറുകളിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല മേജർ FMCG സ്റ്റോക്കുകളായ ITC, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ 2%-ഓളം ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതിനെ തുടർന്ന് 3 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് 4%-ന്റെ ഉയർച്ച രേഖപ്പെടുത്തിയ FMCG സെക്ടറിന് ഇന്ന് 1%-ന്റെ നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് വിശദമായി നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 7 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം. കാരണം അവസാനത്തെ 6 ട്രേഡിംഗ് സെക്ഷനിലും തുടർച്ചയായി നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇത് നമ്മുടെ മാർക്കറ്റില് ഫിനാൻഷ്യൽ, IT സ്റ്റോക്സിലൊക്കെ അതിശക്തമായ സെല്ലിംഗ് അനുഭവപ്പെടുകയുണ്ടായി. തുടർന്ന് ഇന്ന് മേജർ സെക്ടേഴ്സിലൊക്കെ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. രണ്ടാമതായി ഇന്ന് വൈകുന്നേരത്തോടു കൂടി US-ൽ നിന്നും ഫെഡറൽ റിസർവിന്റെ വാർഷിക യോഗത്തിന്റെ ഭാഗമായിട്ട് ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് വരാനിരിക്കെ ഈ ഒരു ഇവന്റ് നിക്ഷേപകരെയും മാർക്കറ്റിനെയും പരിഭ്രാന്തിയിൽ ആക്കിയിട്ടുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം വരാനിരിക്കുന്ന സെപ്റ്റംബറിലെ ഫെഡ് പോളിസിയിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഇന്ന് മാർക്കറ്റിനെ നിക്ഷേപകരെയും പരിഭ്രാന്തിയിലേക്ക് നയിക്കുകയുണ്ടായത്. മൂന്നാമതായി ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ച തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ബുധനാഴ്ച 4%-ലേറെയും ഇന്നലെ 3%-ലേറെയും 2 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് 8%-ലേറെ ഇടിഞ്ഞ ഇന്ത്യ വിക്സ് ഇന്ന് 3%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 11.72 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്.
നാലാമതായി അഡീഷണൽ 25% താരിഫിന്റെ ഡെഡ് ലൈൻ അടുക്കുന്നതാണ് ഇത് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയുടെ നേതൃത്വത്തില് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയും കൂടാതെ യുദ്ധം നിർത്തുവാനുള്ള മുൻകൈ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് ചർച്ചകളൊക്കെ നടത്തി ഇരു രാജ്യങ്ങളുമായിട്ട് ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും മാർക്കറ്റിന്റെ ഭാഗത്ത് നിന്നൊക്കെ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്നലെ രാത്രിയില് റഷ്യ ഉക്രൈനെതിരെയുള്ള അക്രമം കടുപ്പിച്ചതോടു കൂടിയിട്ട് മാർക്കറ്റിനും നിക്ഷേപകർക്കും ആശങ്ക വർദ്ധിക്കുകയുണ്ടായി. തൽഫലമായി ഇന്ത്യയുടെ മുകളിൽ റഷ്യൻ ഓയിലിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചുമത്തിയ 25% അഡീഷണൽ താരിഫിന്റെ ഡെഡ് ലൈൻ ഓഗസ്റ്റ് 27 ആയതുകൊണ്ട് തന്നെ ഇന്നലെ റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു നടപടി മൂലം അമേരിക്ക ഈ ഡെഡ് ലൈൻ നീട്ടി നൽകുമോ അല്ലെങ്കിൽ അഡീഷണൽ താരിഫ് ഈ ഡേറ്റോടുകൂടി പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാരണവും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായി. അഞ്ചാമതായി ഇന്നും ഇന്ത്യൻ രൂപയിൽ ഉണ്ടായ ഇടിവാണ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 26 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.52 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിറ്റഴിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും ഇത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയുണ്ടായി. ആറാമതായി യുഎസിലെ വൈറ്റ് ഹൗസ് ട്രേഡ് അഡ്വൈസറായ പീറ്റർ നവാരോയുടെ ഭാഗത്ത് നിന്നും റഷ്യൻ ഉക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഇന്ത്യ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുകളിലുള്ള അഡീഷണൽ താരിഫ് ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ള സൂചനകളും അദ്ദേഹം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസ് ട്രേഡ് അഡ്വൈസറുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇത് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുക തന്നെ ഉണ്ടായി. ഏഴാമതായി ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലുണ്ടായ ഉയർച്ച തന്നെയാണ് ഇത് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകം. ഇന്നലെ രാത്രിയോടുകൂടി ഉക്രൈന്റെ മുകളിലുള്ള അക്രമം റഷ്യ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു 1%-ലേറെ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലേക്ക് വില ഉയരുന്നത്. സോ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ വർധനവും നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിക്കുകയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ യുഎസ് മാർക്കറ്റിൽ നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 169 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ 3 മാർക്കറ്റുകളും നിലവിൽ പോസിറ്റീവായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും ഒക്കെ 1%-ലേറെ ഉയർച്ച കണ്ടിരുന്നെങ്കിലും നിലവില് ഇടിവാണ് ദൃശ്യമാകുന്നത്. ഗോൾഡിലും നിലവിൽ ഇടിവ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലോകേഷ് മെഷീൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്നും മാനുഫാക്ചറിംഗ് രജിസ്ട്രേഷൻ കമ്പനിക്ക് ലഭിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിൽ 10% അപ്പർ സർക്യൂട്ട് റാലി ദൃശ്യമായി. എൻവീരിയോ ഇൻഫ്ര 116 കോടി രൂപ മുടക്കി വെന്റോ പവറിനെ കമ്പനി അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 25 കോടി രൂപയുടെ ഓർഡർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ടിറ്റഗ്ര റെയിൽ സിസ്റ്റംസ് 467 കോടി രൂപയുടെ ഓർഡർ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. യെസ് ബാങ്ക് പ്രശാന്ത് കുമാറിനെ ബാങ്കിന്റെ MDയും CEOയുമായിട്ട് റീ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ. ഇറ്റേണൽ കമ്പനി ബ്ലിങ്കിറ്റ് ഫുഡ്സ് എന്ന പുതിയ സബ്സിഡിയറിയെ ലോഞ്ച് ചെയ്തുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഫുഡ് ഡെലിവറി ക്രിസ്റ്റോ ബ്രാൻഡുകളുടെ കീഴിൽ നടപ്പാക്കും എന്നുള്ള വാർത്തകൾ. വോഡഫോൺ ഐഡിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്നും റിലീഫ് മെഷേഴ്സ് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ 8%-ലേറെ റാലി ദൃശ്യമായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.